ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിലും ദൈവശബ്ദം കേൾക്കുവാനായി നമുക്ക് ഒരുങ്ങാം. ഇന്നത്തെ വായന ഭാഗം സദൃശവാക്യങ്ങൾ 19 മുതൽ 21 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി ഇയ്യോബിൻ്റെ പുസ്തകം 8-ാം അധ്യായം 1-ാം വാക്യം. അതിന് ശൂഹ്യനായ ബിൽദാദ് ഉത്തരം പറഞ്ഞത്. ഇയ്യോബിൻ്റെ സ്നേഹിതന്മാരിൽ രണ്ടാമത്തെ വ്യക്തിയാണ് ബിൽദാദ്. ശൂഗ്യനായ ബിൽദാദ് എന്നാണ് ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത്. അബ്രഹാമിൻ്റെ മകനായ ശൂവഹിനോട് ബന്ധപ്പെട്ട കിഴക്കു ദേശക്കാരനായിരുന്നിരിക്കാമെന്നും ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നു. കാരണം ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: അബ്രഹാമിനുണ്ടായിരുന്ന വെപ്പാട്ടികളുടെ മക്കൾക്കോ അബ്രഹാം ദാനങ്ങൾ കൊടുത്തു. താൻ ജീവനോടിരിക്കുമ്പോൾ തന്നെ അവരെ തൻ്റെ മകനായ ഇസഹാക്കിൻ്റെ അടുക്കൽ നിന്ന് കിഴക്ക് ദേശത്തേക്ക് അയച്ചു എന്ന്. അങ്ങനെയെങ്കിൽ വിവിധ ദേശക്കാരായ സുഹൃത്തുക്കൾ ഇയ്യോബിന് ഉള്ളതുകൊണ്ടായിരിക്കാം ഇയ്യോബിനെ സകല പൂർവ്വ ദിഗ്വാസികളിലും മഹാനായി ചിത്രീകരിച്ചിരിക്കുന്നത്. എന്നാൽ ബിൽദാദിനെ കുറിച്ച് ചില ചിന്തകൾ ഞാനിവിടെ പങ്കുവെച്ചു കൊള്ളട്ടെ. ഒന്നാമതായി, നിയമജ്ഞനായി നിലകൊള്ളുന്ന ബിൽദാദിൻ്റെ സംവാദം ഇയ്യോബിൻ്റെ പുസ്തകം 8, 18, 25 എന്നീ അധ്യായങ്ങളിലാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇവിടെ എല്ലാം ഒരു നിയമജ്ഞൻ്റെ നിലപാടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. 25-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം കാണുവാൻ കഴിയുന്നു: ആധിപത്യവും ഭയങ്കരത്വവും യഹോവയുടെ പക്കലുണ്ട് എന്നും തൻ്റെ ഉന്നത സ്ഥലങ്ങളിൽ അവൻ സമാധാനം പാലിക്കുന്നു എന്നും പറയുന്നു. അവൻ്റെ സൈന്യങ്ങൾക്ക് സംഖ്യയുണ്ടോ? അവൻ്റെ പ്രകാശം ആർക്ക് ഉദിക്കാതെ ഇരിക്കുന്നു? മർത്യൻ ദൈവസന്നിധിയിൽ എങ്ങനെ നീതിമാനാകും? ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ബിൽദാദ് സംസാരിക്കുന്നത്. മാത്രമല്ല, ബിൽദാദിൻ്റെ സംവാദങ്ങളിൽ പഴഞ്ചൊല്ലുകളും കാണുവാനായിട്ട് സാധിക്കുന്നു. 18-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: പശ്ചിമവാസികൾ അവൻ്റെ ദിവസം കണ്ടു വിസ്മയിക്കും, പൂർവ്വ ദിഗ്വാസികൾക്ക് നടുക്കം പിടിക്കും എന്ന്. അങ്ങനെ ദൈവത്തെയും മനുഷ്യനെയും ബന്ധിപ്പിക്കുന്നത് നീതിയാണെന്നും ലോകം അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ ധാർമ്മിക നിയമത്തിൽ ആണെന്നുമാണ് ബിൽദാദിൻ്റെ അഭിപ്രായം. രണ്ടാമതായിട്ട്, പാപത്തിൻ്റെ അനന്തരഫലമാണ് പ്രതിസന്ധികൾ എന്ന് ബിൽദാദ് വാദിക്കുന്നു. ഇയ്യോബിനോട് വളരെ കർശനമായി സംസാരിക്കുവാൻ ബിൽദാദ് മടി കാണിക്കുന്നില്ല. ഇയ്യോബിൻ്റെ മക്കളുടെ ദാരുണ മരണം അവരുടെ പാപത്തിൻ്റെ അനന്തരഫലമാണെന്നാണ് ബിൽദാദിൻ്റെ അഭിപ്രായം. അത് 8-ാം അധ്യായം 4-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. നിന്റെ മക്കൾ അവനോട് പാപം ചെയ്തെങ്കിൽ അവൻ അവരെ അവരുടെ അതിക്രമങ്ങൾക്ക് ഏൽപ്പിച്ചു കളഞ്ഞു എന്ന് ബിൽദാദ് പറയുന്നു. അതിനാൽ ദൈവത്തോട് കരുണയ്ക്ക് അപേക്ഷിക്കുവാനായിരുന്നു ബിൽദാദിൻ്റെ ഉപദേശം. അങ്ങനെ കരുണയ്ക്കായി അപേക്ഷിച്ചാൽ നഷ്ടപ്പെട്ടതെല്ലാം അനേക മടങ്ങായി തിരികെ ലഭിക്കുമെന്നാണ് ബിൽദാദിൻ്റെ വാദം. ഇത്തരത്തിലെ ബിൽദാദുമാർ നമ്മുടെ സമൂഹത്തിലും ഉണ്ട്. വാക്കുകളിലൂടെ വേദനയുടെ ആഴങ്ങളിലേക്ക് താഴ്ത്തുവാനും കുറ്റങ്ങളും കുറവുകളും മാത്രം ചൂണ്ടിക്കാണിക്കുവാനും ഇങ്ങനെയുള്ളവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. പ്രിയമുള്ളവരെ, ഏതനുഭവങ്ങളുടെ മധ്യത്തിലും വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. അങ്ങനെ ധൈര്യമുള്ളവരായി ഈ ലോകത്തിൽ ജീവിപ്പാൻ ദൈവം നമ്മെ ഏവരെയും ശക്തീകരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ അങ്ങയെ നോക്കി സ്ഥിരതയോടെ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.